വെൽക്കം ബാക്ക് ടു സി എസ് ചാപ്റ്റേഴ്സ്. നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് S3 CSAയുടെ ഡാറ്റ സ്ട്രക്ചറാണ്. ഇതിൻ്റെ മൊഡ്യൂൾ 2 ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഞാൻ ഇനി ഇടാൻ പോകുന്ന വീഡിയോസിൻ്റെ ഒക്കെ അപ്ഡേറ്റിന് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് സ്റ്റാക്ക് എന്ന ഡാറ്റ സ്ട്രക്ചറെ കുറിച്ചാണ്. സ്റ്റാക്ക് എന്ന് പറയുന്നത് എന്താ, ഒരു ലീനിയർ ടൈപ്പ് ഡാറ്റ സ്ട്രക്ചറാണ് അല്ലേ. അത് നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുണ്ടായിരുന്നു, ലീനിയർ ഡാറ്റ ടൈപ്പും നോൺ ലീനിയർ ഡാറ്റ ടൈപ്പ്. ഇനി എന്താണ് സ്റ്റാക്ക്? ആൻ ഓർഡർഡ് ലിസ്റ്റ് ഇൻ വിച്ച് ഇൻസേർഷൻസ് ആൻഡ് ഡിലീഷൻസ് ആർ മെയ്ഡ് അറ്റ് വൺ എൻഡ് കോൾ ദ ടോപ്പ്. ഓക്കെ, അതായത് സ്റ്റാക്ക് എന്ന് പറയുന്ന ഒരു ഓർഡേർഡ് ലിസ്റ്റാണ്. ഓക്കെ, അതായത് ഇൻസേർഷൻസും ഉണ്ടാവും, അതിനകത്ത് ഡിലീഷൻസും ഉണ്ടാവും. ഇതിൽ ഇൻസേർഷൻസിന് നമ്മൾ പുഷ് എന്ന് പറയും, ഡിലീഷൻസിന് നമ്മൾ പോപ്പ് എന്ന് പറയും. ഓക്കെ, ഇതൊക്കെ നടക്കുന്നത് ഒരു എൻഡിൽ കൂടെയാണ്. ഓക്കെ, ഇൻസേർഷൻ ആയാലും ഡിലീഷൻ ആയാലും നടക്കുന്നത് ഒരു എൻഡിൽ കൂടെയാണ്, അതിന് ടോപ്പ് എന്ന് പറയും. ഓക്കെ, ഇതാണ് സ്റ്റാക്കിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ നമ്മളിതൊരു ഓർഡേർഡ് ലിസ്റ്റ് പോലെ, ഇപ്പോൾ ഇതിന് ഫോർ എക്സാമ്പിൾ സ്റ്റാക്കിന് അവിടെ കൊടുത്തിട്ടുണ്ട് ഉണ്ടോ, സ്റ്റാക്കിന് എക്സാമ്പിൾസ് ആണ്. നമ്മൾ ബുക്കൊക്കെ ഇങ്ങനെ അടുക്കി വയ്ക്കില്ലേ, അതൊക്കെയാണ് സ്റ്റാക്കിന് എക്സാമ്പിൾ. അപ്പോൾ നമുക്കിവിടെ ആദ്യം നമ്മൾ ഏത് ബുക്കായിരിക്കും വെച്ചിട്ടുണ്ടാവുക? ഫസ്റ്റ് ബുക്കായിരിക്കും. പക്ഷെ നമുക്ക് ഫസ്റ്റ് ബുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല, നമുക്ക് മേലത്തെ ബുക്കുകൾ എടുത്തിട്ട് താഴത്തെ ബുക്ക് എടുക്കാൻ പറ്റും. സോ ഇങ്ങനെ ഒരു CD റാക്കിൽ അല്ലെങ്കിൽ ഇതാണ്ടോ റിങ്സ് കണ്ടോ അടുക്കി വെച്ചിരിക്കുന്നത്, ഇതൊക്കെയാണ് സ്റ്റാക്കിന് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാക്ക് എന്ന് പറയുമ്പോൾ ഒരു ഓർഡേർഡ് ലിസ്റ്റാണ്. ഇനി സ്റ്റാക്ക് ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, അതായത് ലിഫോ ആണത് ഫോളോ ചെയ്യുന്നത്. അതായത് ലാസ്റ്റ് ആരാണോ വിൻ ആവുന്നത് അവരായിരിക്കും ഫസ്റ്റ് ഔട്ട് ആവുന്നത്. അതെ, നമ്മളിപ്പോൾ ബുക്കുകളൊക്കെ അടുക്കി വയ്ക്കുന്ന സമയത്ത് ലാസ്റ്റ് ഏത് ബുക്കാണോ വെച്ച് അതായിരിക്കും നമുക്ക് എടുക്കാൻ എളുപ്പം അല്ലേ. മറ്റേത് അടിയത്തെ ഫസ്റ്റ് വെച്ചത് വലിക്കുന്ന സമയത്ത് ഇത് ഫുള്ളായി വീഴും അല്ലേ. സോ ലാസ്റ്റ് ആരാണോ ഇന്നാവുന്നത് അവരെ നമുക്ക് ഔട്ടാക്കാൻ പറ്റും. ഇനി സ്റ്റാക്കിൽ നടക്കുന്ന രണ്ട് ഓപ്പറേഷൻസ് ആണ് പുഷും പോപ്പും. പുഷ് എന്ന് വെച്ചാൽ എന്തായിരുന്നു, ഇൻസേർഷനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നോക്കിയതിന് ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് പുഷിൻ്റെയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സമയത്ത് സ്റ്റാക്ക് എന്തായിരുന്നു, എംപ്റ്റി ആയിരുന്നു. അപ്പോൾ നമ്മൾ അതിൽ 2 എന്ന് പറയുന്ന ഒരു വാല്യൂ പുഷ് ചെയ്തപ്പോൾ ടോപ്പ് കണ്ടോ, ടോപ്പ് ആരോ ചെയ്തിട്ട് 2 എന്ന് പറഞ്ഞതിൽ കാണിക്കും. അത് കഴിഞ്ഞ് നമ്മൾ 5 ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ ടോപ്പ് എന്ന് പറയുന്നത് ആരിനെ പോയിന്റ് ചെയ്യുന്നത്, നമ്മൾ ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്ത ആ വാല്യൂവിനെയാണ് കാണിക്കുന്നത്. പിന്നെ നമ്മൾ 7 ഇൻസേർട്ട് ചെയ്തു, പിന്നെ 1 ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, നമ്മൾ ഇങ്ങനെയാണ് സ്റ്റാക്കിലോട്ട് നമ്മൾ വാല്യൂ ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ പുഷ് ചെയ്ത് കഴിയുന്ന സമയത്ത് നമ്മുടെ ടോപ്പ് എവിടെയായിരിക്കും പോയിന്റ് ചെയ്യുന്നുണ്ടാവുക? ലാസ്റ്റ് നമ്മൾ ആരെയാണോ ആഡ് ചെയ്തിട്ടുണ്ടാവുക അവരെ ആരും പോയിന്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇനി പോപ്പ് നോക്കുക. ഇപ്പം നമുക്ക് അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന എലമെൻറ്റ്സ് എന്തൊക്കെയായിരുന്നു? 1 7 5 2 ആയിരുന്നു. ഓക്കെ, നമ്മളപ്പോൾ ആദ്യം എന്ത് ചെയ്യും, 1നെ പോപ്പ് ചെയ്യും. അപ്പോൾ പോയിന്റർ എന്ത് ചെയ്തു, താഴേക്ക് വന്നു അല്ലേ, 7ലോട്ട് വന്നു. അതിനുശേഷം നിങ്ങൾ പിന്നെയും 21 പുഷ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ പിന്നെയും ടോപ്പ് എന്ത് ചെയ്യും, ഇൻക്രിമെൻറ്റ് ചെയ്യും. 21 പോപ്പ് ചെയ്യുമ്പോൾ ടോപ്പ് പിന്നെയും ഡിക്രിമെൻറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ ഓരോ വാല്യൂസിനെയും പോപ്പ് ചെയ്ത് അവസാനം സ്റ്റാക്ക് എംപ്റ്റി ആവണം. ഓക്കെ, അപ്പോഴേ നമുക്ക് ഇത് ഏതൊരു പ്രോസസ്സാണെങ്കിലും നമ്മളിപ്പോൾ സ്റ്റാക്കിലോട്ട് പോപ്പ് ചെയ്യുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫുൾ എംപ്റ്റി ആവുമ്പോഴേ നമുക്കത് സക്സസ്ഫുൾ ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ 2ഉം കൂടെ പോപ്പ് ചെയ്യുന്ന സമയത്ത് അത് എംപ്റ്റി ആക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പുഷും പോപ്പും സ്റ്റാക്കിൽ നടത്തുന്നത്. ഇനി അറേ റെപ്രസെൻറ്റേഷൻ ഓഫ് സ്റ്റാക്സിന് നമുക്ക് എങ്ങനെ അറേ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കാം. യൂസ് ആൻ അറേ ഫോർ ഇംപ്ലിമെൻറ്റിങ് സ്റ്റാക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അറേ യൂസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം നമ്മളൊരു അറേ എ എന്ന് പറഞ്ഞിട്ട് പറയും. എന്നിട്ട് അതിന് മാക്സിമം സൈസ്, അതായത് അതിൻ്റെ കപ്പാസിറ്റി നമ്മൾ കൊടുക്കും, അറേ സൈസ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അതിൻ്റെ ടോപ്പിനെ -1 എന്ന് പറഞ്ഞിട്ട് ഇനീഷ്യലൈസ് ചെയ്യും. -1 എന്ന് വെച്ചാൽ എന്താ, സ്റ്റാക്ക് എംപ്റ്റി ആണ്. ഓക്കെ, നമ്മുടെ ടോപ്പ് 0 ആണെങ്കിൽ ഫസ്റ്റ് എലമെൻറ്റ് വരും. സോ എംപ്റ്റി ആവണമെങ്കിൽ എന്ത് ചെയ്യണം, ടോപ്പ് -1 ആണ്. ഇതൊക്കെയാണ് അറേ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി പുഷിൻ്റെ അൽഗോരിതം നമുക്ക് നോക്കാം. ഓക്കെ, അൽഗോരിതം പുഷ് എ ഐറ്റം. എ എന്ന് പറയുന്ന ഒരു ഐറ്റം നമ്മൾ ആഡ് ചെയ്യാൻ പോകണം. സോ അൽഗോരിതം എന്നാണ് പുഷിൻ്റെ, അത് നമ്മളത് എഴുതിയപ്പോൾ അങ്ങനെ ഒരുമിച്ച് വന്നാട്ടോ. അപ്പം നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ആദ്യം ചെക്ക് ചെയ്യുന്നത് എന്താണ്, ഇഫ് ടോപ്പ് ഈക്വൽ ടു സൈസ് -1 ദെൻ പ്രിൻറ്റ് സ്റ്റാക്ക് ഇസ് ഫുൾ. ഇപ്പം നമ്മുടെ ടോപ്പ് എന്ന് വെച്ചാൽ എന്തായിരുന്നു, സ്റ്റാക്ക് പോയിൻ്ററാണ്. ഈ ടോപ്പ് എന്ന് പറയുന്നത് സൈസ് എന്തായിരുന്നു, നമ്മുടെ സ്റ്റാക്കിൻ്റെ സൈസാണ്. സ്റ്റാക്കിൻ്റെ സൈസിനേക്കാളും ഒന്ന് കുറവിനോട് ഈക്വൽ ആണെങ്കിൽ എന്താണ്, സ്റ്റാക്ക് ഫുള്ളാണ്.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എക്സിറ്റ് ചെയ്യണം. ഇനി അതിനുശേഷം നമ്മൾ ഈ ലൂപ്പ് എൻഡ് ചെയ്തു. എന്നിട്ട് ടോപ്പ് ഇൻക്രിമെൻറ്റ് ചെയ്തു. ടോപ്പ് അപ്പോൾ എന്തായിരുന്നു, സൈസ് -1 ആയിരുന്നു. അപ്പോൾ അത് ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ ടോപ്പ് കൂടും. എന്നിട്ട് അറേ ഓഫ് ടോപ്പ് ഈക്വൽ ടു ഐറ്റം, എന്നിട്ട് ഐറ്റം എന്നൊരു വാല്യൂവിനെ അറേ ടോപ്പിലേക്ക് കൊണ്ടിടും, സ്റ്റോപ്പ് ചെയ്യും. ഇതാണ് പുഷ് ചെയ്യുന്നത്. ഓക്കെ, ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്ന വാല്യൂ. ഓക്കെ, അതിന് ടോപ്പിലെ പൊസിഷൻ, അതായത് അറേ എന്ന് പറയുന്ന ടോപ്പ് എന്ന് പറഞ്ഞ അറേയിലേക്ക് കൊണ്ട് സ്റ്റോർ ചെയ്യും. അങ്ങനെയാണ് പുഷ് ഓപ്പറേഷൻ നടക്കുന്നത്. ഇനി പോപ്പിൻ്റെ അൽഗോരിതം നോക്കാം. അൽഗോരിതം പോപ്പ്, നമ്മളവിടെ എ ആണ് പോപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യും. സെക്കൻഡ് വൺ ടോപ്പ് എന്ന് പറയുന്നത് <0 ആണോ എന്ന് നോക്കും. ടോപ്പ് <0 ആണെങ്കിൽ അവിടെ എന്താ, ഒന്നുമില്ല എന്നർത്ഥം, എം ടി ആണ്. ഓക്കെ, എം ടി ആണെങ്കിൽ സ്റ്റാക്ക് എന്ത് ചെയ്യും, അണ്ടർഫ്ലോ ചെയ്യും. എന്നിട്ട് എക്സിറ്റ് ചെയ്യും. ഓക്കെ, എക്സിറ്റ് ചെയ്യും. എന്നിട്ട് ഇഫ് ലൂപ്പ് നമ്മൾ അവിടെ എൻഡ് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഐറ്റത്തിന് എ ടോപ്പിക് കൊണ്ട് വയ്ക്കും. എന്ത് ചെയ്യും, ഐറ്റത്തിലൊരു വാല്യൂ, അതായത് ആ സ്റ്റാക്കിനകത്ത് ഒരു ഐറ്റം എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ടാവും. അതിന് നമ്മൾ എന്ത് ചെയ്യും, എ ടോപ്പ് ചെയ്യും. ഓക്കെ, എ ടോപ്പിലെ വാല്യൂവിന് നമ്മൾ ഐറ്റം എന്ന് എ ടോപ്പിലെ വാല്യൂവിന് നമ്മൾ ഐറ്റത്തിൽ കൊണ്ട് വയ്ക്കും. എന്നിട്ട് ടോപ്പ് നമ്മൾ ഡിക്രിമെൻറ്റ് ചെയ്യും. എന്നിട്ട് ടോപ്പ് റിട്ടേൺ ചെയ്യും. കാണേണ്ട എന്താ, ടോപ്പിലെ വാല്യൂ ആണ് നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത്. എന്നിട്ട് അത് റിട്ടേൺ ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. ഇതാണ് പോപ്പ് അൽഗോരിതം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്റ്റാക്ക് ഓപ്പറേഷൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഷിൻ്റെ കോംപ്ലക്സിറ്റി O1 ആണ്. പോപ്പ് ആണെങ്കിൽ O1. ട്രാവേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു സ്റ്റാക്ക് എടുത്തു വെച്ചാൽ അല്ലെ ഓരോ എലമെൻസിനെയും കണ്ടുപിടിക്കലാണ് ട്രാവേഴ്സൽ എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ O(n) ഇസ് എം ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാക്ക് എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യും. സ്റ്റാക്ക് എം ടി ആവുന്നത് എപ്പോഴാണ്, ടോപ്പ് ഈക്വൽ ടു -1 ആകുമ്പോഴാണ് എം ടി ആവുന്നത്. അതിൻ്റെ കോംപ്ലക്സിറ്റിയും O1 ആണ്. പിന്നെ ടോപ്പ് എന്ന് പറയുമ്പോൾ ടോപ്പിൻ്റെ ഫർദറാണെങ്കിലും O1 ആണ്. ഇതാണ് അതിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്ക് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. താങ്ക് യു.